അത് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ നിങ്ങളോട്. അദ്ദേഹം വ്യക്തിപരമായി പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഇന്ന് എനിക്കൊന്ന് മീഡിയാസിനോടും പ്രതികരണം തന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് അതേക്കുറിച്ച് നടത്തി കോസേ ചാപ്റ്ററിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് MLA അയാൾ രാത്രി പോയി കണ്ടത് ശരിയായി? ഇല്ല, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ പലതും ഉണ്ടല്ലോ. അപ്പൊ അതിന് രാഷ്ട്രീയത്തിന് അതീതമായി പലപ്പോഴും പല ആളുകളുമായി ബന്ധങ്ങളുണ്ട്. അപ്പൊ ആ ബന്ധങ്ങൾ ഒരുപക്ഷെ പുനഃസ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവിടെ വരെ പോയി എന്ന് പറയുന്ന ഒരു മഹാപാതകമായി ഞാൻ കാല് പിടിക്കാനേ ക്യൂ നിൽക്കുകയാണെന്നാ പറഞ്ഞത്. അല്ല, അത് എനിക്ക് തോന്നുന്നു അൻവറിന്റെ ഭാഷയായിരിക്കും പറഞ്ഞത് അല്ലേ? അത് പിന്നെ CPM-ന് അത് പറയേണ്ടി വരുമല്ലോ. CPM-ന് അതൊക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പല ആളുകളെയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളോടൊപ്പം വന്നാൽ ഞങ്ങൾ ഓരോ ദിവസവും പോകുന്ന ഇടങ്ങളിൽ നിങ്ങളൂടെ വരികയാണെങ്കിൽ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്, ചുമതലയാണ്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായിട്ടും ഈ ചർച്ച അവസാനിപ്പിച്ചു. ഈ വാതിലടച്ചു കുറ്റിയിട്ടു എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. നേരത്തെ വാതിലടയ്ക്കുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞേക്കുന്നു വാതിലടച്ചു കുറ്റിയിട്ടു എന്ന് ഇപ്പൊ നിങ്ങളാണ് കണ്ടെത്തിയത്. ഏതായാലും ഇനി നാളെയല്ലേ നോമിനേഷന്റെ അവസാനം, അതുകൂടെ വരില്ലേ? അതെ, ഞാൻ ഇന്നലെ പ്രതികരിച്ചല്ലോ. ഒരു ഭയപ്പാടും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഭയപ്പാടും ഇല്ലാത്ത പിന്നെ UDF-ന് ഒരു ഭയപ്പാടും ഇല്ല എന്ന് ഇന്നലെ ഏഷ്യാനെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഭയപ്പാടും ഇല്ല. ഇന്ന് മുഖ്യമന്ത്രി വരുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ഭയപ്പാടുണ്ടോ എന്നാണ് ചോദിച്ചത്. മുഖ്യമന്ത്രി ഞങ്ങളുടെ ഈ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന എല്ലായിടത്തും വന്നിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഒക്കെ റിസൾട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ റിസൾട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി വരുന്നു എന്നുള്ളതിന്റെ പേരിലൊന്നും ഞങ്ങൾക്ക് ഒരു ഭയപ്പാടില്ല. താങ്കൾ തന്നെ പറഞ്ഞു, അതായത് മാധ്യമങ്ങളാണ് പറഞ്ഞത് അൻവറിനുള്ള ഡോർ അടച്ചു എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഒരു വാതിൽ അടച്ചിട്ടില്ല, തുറന്നു തന്നെ കിടക്കാണോ ആ ഡോറ്? അതൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഒരു നാളെ 2-ാം തീയതി അല്ലേ, നാളെയല്ലേ ഫൈനൽ നോമിനേഷന്റെ ഫൈനൽ ഡേറ്റ്. നാളെ കഴിഞ്ഞാൽ ഉടനെ പറയും. സാധ്യതകളുണ്ട്. നാളെ കഴിഞ്ഞാൽ ഉടനെ പറയും വിവരങ്ങള്. അത്തരം കാര്യങ്ങളെ ഒക്കെ നാളെ ഞങ്ങൾ ഇപ്പൊ ഇന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എന്റെ അടുത്ത് വരുമോ? ഇല്ലല്ലോ. നാളെയും കാണണ്ടേ? അല്ല, അതന്നെ, നാളെയും കാണണമല്ലോ. നിങ്ങളെ ഒരു പ്രശ്നം വരുന്നത് പത്രിക നൽകിയാലും പിൻവലിക്കാനുള്ള സമയമുണ്ടല്ലോ എന്ന് പറയുന്നത്. എന്തായാലും മത്സരിക്കുമെന്ന് പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം അൻവറിനെ പോയി കണ്ടതിന് ശേഷം എന്നെ രാത്രി ഒരു കൂടിക്കാഴ്ച എല്ലാം അടഞ്ഞു എന്ന് പറഞ്ഞ ശേഷം ഞങ്ങളും സമാധാനമായി ഉറങ്ങിയ ശേഷം ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇതുവരെ ഉറങ്ങിയില്ലേ? അല്ല, അത് കഴിഞ്ഞിട്ടാണ് ഈ കൂടിക്കാഴ്ച. അതപ്പോ ഇത് പകൽ വെളിച്ചത്തിലും അല്ല, അതുകൊണ്ടാണ് ഈ ഒരു കൂടിക്കാഴ്ചക്ക് അവസരം ഇല്ല. അതൊക്കെ പിന്നെ പറയാം. ഇതിന് സമയം കിടക്കുകയാണ്. അതൊക്കെ സമയം പിന്നെ പറയാം. അതൊക്കെ പറയാം. BJP-യുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അദ്ദേഹം ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരനാണ് എന്നാണ് പറയുന്നത്. ഇപ്പോ UDF BJP-ക്ക് ഒരു സ്ഥാനാർത്ഥിയെ സംഭാവന ചെയ്തു എന്നാണ് ഇടത് സ്ഥാനാർത്ഥി പറയുന്നത്. എന്താണ് UDF കൺവീനർക്ക് പറയാനുള്ളത്? അത് ശരിയായ ഒരു കാര്യമല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ നേരത്തെ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ചിത്രമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോ അദ്ദേഹം മത്സരിക്കുന്നത് ഇൻഡിപെൻഡന്റ് സ്ഥാപന ചിഹ്നത്തില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ BJP-യുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം വന്നിരിക്കുന്നു. അപ്പൊ അതിലപ്പുറത്ത് അത് അങ്ങനെ ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ചാപ്റ്റർ ആണോ? ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. സംശയം കൊണ്ടാണ്. വോട്ടർമാർക്ക് മാത്രം സംശയം. ഞാൻ ഒരു കാര്യം പറയാം. നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഒരു സംശയമില്ല. ആകെ സംശയമുള്ളത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നിങ്ങൾക്ക് മാത്രമാണ്. പിന്നെ ആ കാര്യങ്ങൾ നമുക്ക് ഇനിയും കിടക്കുകയല്ലേ. അത് ഇന്നിപ്പോ ഇത് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ നടത്തിയിട്ട് നാളെ നിങ്ങൾ കാണത്തില്ലേ? ഞാൻ ഏതായാലും 19-ാം തീയതി വരെ ഇവിടെ ഉണ്ട്. വല്ലപ്പോഴൊക്കെ ഒന്ന് കാണണ്ടേ? നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഒരു കാര്യം കൂടെ,
കണ്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. 5-ാം തീയതിക്കുള്ളിൽ ഒരു തീരുമാനം പി വി അൻവറിന്റെ ഈ വിഷയത്തിൽ ഉണ്ടാകും. ഇത് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഇനി സമയം കിടക്കുന്നു. ആ സമയം കിടക്കുന്ന അവസരത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ പറയും. എന്തെങ്കിലുമൊക്കെ അടിക്കട്ടെന്ന്, എന്തെങ്കിലുമൊക്കെ അടിക്കട്ടെ, എന്തെങ്കിലും അടിച്ചാലും. എന്തായാലും ഒരു കാര്യം പറയാം, UDF ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയം കൈവരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്കാർക്കും വേണ്ട. ആരുടെയും സഹായമില്ലാതെ ഞങ്ങൾ ഈ കാര്യത്തിൽ മുമ്പോട്ട്. പക്ഷേ രാഹുലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അൻവർ എന്നുള്ളത് പറയുന്നുണ്ട്. അൻവർ ഉന്നയിക്കുന്നതും ഒരേ അതിപ്പോ രാഹുലിനോട് ചോദിച്ചാൽ മതി, എനിക്കറിയില്ല. രാഹുല് എന്ത് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. UDF ഉന്നയിക്കുന്നതും ഒരേ രാഷ്ട്രീയമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, അത് ഈ പിണറായി വിജയനെതിരെയുള്ള രാഷ്ട്രീയം ആര് സംസാരിച്ചാലും അവര് അതിനുവേണ്ടിയായിരിക്കും രാഹുൽ പോയി കണ്ടത്. രാഹുലും പിണറായി വിജയനെതിരെ പറയുന്ന ആളാണ്. ഞങ്ങളും അത് തന്നെയാണ്, ഞങ്ങളുടെ ജോലി അത് തന്നെയാണ്. അപ്പോൾ ഒരേ വിഷയം ഉന്നയിക്കുമ്പോൾ ആ വോട്ട് വിഘടിച്ചാൽ അത് ഇതുവരെയും BJP മെമ്പറില്ലാത്ത ഒരാളിനെ BJP സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എന്തെങ്കിലും ഡീല് മണക്കുന്നുണ്ടോ, എന്തെങ്കിലും അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിപ്പോ നാളത്തെ ഒന്ന് കഴിയട്ടെ. നാളത്തെ കഴിയുന്നുണ്ട് അടിയൊഴുക്കിനെ കുറിച്ച് പറയാം. ഈ അടിയൊഴുക്കൊക്കെ പലതും നടക്കും എന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, CPM-ഉം BJP-യും തമ്മിൽ ഒരു ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബാന്ധവം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവര് ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാം. അതിന് സമയമുണ്ട്. ഈ മണ്ഡലത്തിന്റെ ചാർജുള്ള ആളാണ്. ഞാനൊരു കാര്യം എത്ര ഇപ്പോഴും ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിജയത്തിന് മങ്ങലേൽക്കുന്നുണ്ടോ? കാരണം CPM ഞങ്ങളുടെ വിജയത്തിന് ഒരു മങ്ങലേൽക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ അതേ സ്ഥലത്ത് തുടങ്ങിയിടത്ത് തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. കാരണം വലിയ ഭൂരിപക്ഷം, അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് 25,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം. അത് ഞങ്ങൾക്കാർക്കും. ഞാൻ പറയട്ടെ, ഞാൻ UDF-ന് ഉള്ള ഭൂരിപക്ഷമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ എല്ലാ കണക്ക് കൂട്ടലും കൂട്ടിക്കുറച്ചിട്ടാണ്, കുറയ്ക്കേണ്ടത് കുറച്ച് കൂട്ടേണ്ടത് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു കണക്കിലെത്തിയിട്ടുള്ളത്. ഞാൻ അതിനകത്ത് ഓരോന്ന് എഴുതണ്ടല്ലോ, ഒരുമിച്ച് കൂട്ടും ഒരുമിച്ച് കുറയ്ക്കും, എന്നിട്ട് അവസാനം അത് പറയും. ഫൈനലായിട്ട് ഞങ്ങളെ കണക്ക് ശരിയാണോ അല്ലേ നിങ്ങൾക്കന്ന് 23-ന് അറിയാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അൻവറിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. തീരുമാനമെടുക്കേണ്ടത് അൻവറാണ്. അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ട്. അദ്ദേഹത്തിന് തീരുമാനമെടുക്കുക. ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞല്ലോ. നിങ്ങൾ ശ്രീ രാഹുൽ മാങ്കുട്ട് അദ്ദേഹത്തെ കണ്ടതിനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, രാഹുലിനോട് ചോദിച്ചു. രാഹുൽ നിങ്ങളോട് ഉത്തരം പറഞ്ഞു. തീർത്തും വ്യക്തിപരമാണ്, ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമല്ല, പാർട്ടി ചുമതലപ്പെടുത്തിയതല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു ചോദ്യത്തെക്കുറിച്ച് ഉത്തരത്തെക്കുറിച്ച് വീണ്ടും എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. എതിരാളികൾക്ക് അല്ല, ഞാൻ പറയട്ടെ, തീർത്തും വ്യക്തിപരം എന്ന് പറഞ്ഞു കഴിഞ്ഞു, രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഏത് സമയത്തും വ്യക്തിപരമായ ബന്ധങ്ങളും അടുപ്പങ്ങളും ഒക്കെ നമ്മൾ CPM ഈ ഇലക്ഷൻ ആയതുകൊണ്ട് CPM-കാർ പരിചയമുള്ള CPM-കാരോടൊക്കെ ഉണ്ടായിരിക്കാൻ പറ്റും. പറ്റില്ലല്ലോ. കാണുമ്പോൾ സൗഹൃദം പങ്കുവയ്ക്കും. അല്ല, അത് പറയാൻ പറ്റുമോ? ഇന്ന് പറയുന്നത് ഏതെങ്കിലും പ്രദേശം നോക്കിയിട്ടല്ലോ, വ്യക്തിപരമായ അടുപ്പം നമ്മുടെ സ്ഥലം നോക്കിയിട്ട് നാട്ടുകാർ തമ്മിൽ അടുപ്പം, അതിനേക്കാൾ അടുപ്പം നാട്ടുകാരല്ലാത്തവരോട്ടുമായിട്ടില്ലേ? അപ്പൊ അതൊന്നും ഒരു അളവുകോലല്ല. ഞാൻ പറഞ്ഞല്ലോ, തീരുമാനിക്കേണ്ടത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. തീരുമാനമെടുക്കേണ്ടത് PV അൻവറാണ്. അപ്പൊ അദ്ദേഹത്തിന് തീരുമാനിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വന്നാൽ സന്തോഷം, വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ അതിനകത്ത്.